നാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോഗി ഓഫ് ബയോളജിക്കൽ സയൻസ് ആണ്. അത് ഫസ്റ്റ് സെമസ്റ്റർ ബി.എഡിന് ചോദിക്കുന്ന പെഡഗോഗി ബയോളജിക്കൽ സയൻസിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇതിലും നമ്മൾ എടുത്തിട്ടുള്ളത്. 2024, 2023, 2022 എന്നീ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതിലൂടെ നോട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. 2024 നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ വന്നിട്ടുള്ള എസ്എ ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു ബയോളജി സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, അതേപോലെ തന്നെ ഹോം സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇത്തരം സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ എല്ലാത്തിനും ഒരേ നേച്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ഈ മുൻപത്തെ മാത്തമാറ്റിക്സ് പെഡഗോഗി ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവാം. അതേപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അതിലെല്ലാം ചോദിച്ചിട്ടുള്ള ഒരു 80% ക്വസ്റ്റ്യൻസും ഇതിലും വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒരു പെഡഗോഗി സബ്ജക്ട് പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ സബ്ജക്റ്റിന്റെയും പെഡഗോഗി കമ്പയർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് പഠിക്കുന്നത് ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. സോ എസ്എ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്, ഡിസ്കസ് ദി എയിംസ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് നീഡ്സ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസ് എന്നുള്ളതാണ്. അത് മാത്തമാറ്റിക്സിലും അതേപോലെ ചോദിച്ചിട്ടുണ്ട്, കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസിയിലും ചോദിച്ചിട്ടുണ്ട്. അതായത് കൺസേൺഡ് സബ്ജക്റ്റിന്റെ എയിംസ്, ഒബ്ജക്റ്റീവ്സ്, നീഡ്സ്, വാല്യൂസ് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്കോപ്പ് പോലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതിൽ നിന്നും ചോദിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന മേഖലയാണ് ബ്ലൂംസ് ടാക്സോണമി ആൻഡ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി. ഇത് രണ്ടായിട്ട് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ കോഗ്നിറ്റീവ് ആൻഡ് ദി അഫക്റ്റീവ് ഡൊമൈൻസ് ഓഫ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളതാണ്. 3 ഡൊമൈനുകളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്ലൂംസ് ടാക്സോണമിയിൽ. അതിൽ 2 മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് കോഗ്നിറ്റീവ് ഡൊമൈനും അഫക്റ്റീവ് ഡൊമൈനും, പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് എന്താണ്, സൈക്കോ മോട്ടോർ ഡൊമൈനും എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിൽ സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് തന്നെയാണ്. ഇവിടെയും ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻസിനും മൈക്രോ ടീച്ചിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിൽ ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മറ്റൊന്ന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, റൈറ്റ് എ മൈക്രോ ടീച്ചിങ് ലെസൺ യൂസിങ് ദ സ്കിൽസ് ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ആൻഡ് സൈക്കിൾ ഓഫ് മൈക്രോ ടീച്ചിങ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ സബ്ജക്റ്റിന്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് എ ലെസൺ പ്ലാൻ. Then optional question, discuss the concentric approach and reflective level of teaching എന്നുള്ളത്. അതായത് ലെസൺ പ്ലാനും ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ലെവലുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്. മെമ്മറി ലെവല്, അതേപോലെ തന്നെ റിഫ്ലക്റ്റീവ് ലെവല്, അതിൻ്റെ ഇടയിൽ മറ്റൊരു ലെവൽ കൂടിയുണ്ട്. അങ്ങനെ 3 ലെവൽ ഓഫ് ടീച്ചിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ലെസൺ പ്ലാൻ ആണ്. ഈ ലെസൺ പ്ലാനിൽ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുമുണ്ട്. അത് വരും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത് കണ്ടിട്ടുമുണ്ട്. ദെൻ ഫോർത്ത് യൂണിറ്റിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അനലൈസ് ദ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ടീച്ചിങ് ഓഫ് ബയോളജിക്കൽ സയൻസ്. ബയോളജി സയൻസ് ക്ലാസ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റീസെന്റ് യൂസ് ചെയ്യുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ പിയർ ട്യൂട്ടറിംഗ്, ദെൻ ടീച്ചർ ഗൈഡഡ് ലേണിംഗ്. ഓക്കെ, ഇങ്ങനെ ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ഫോർത്ത് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് വന്നതാണ്, അനലൈസ് ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ICTയുടെ ഭാഗത്തു നിന്ന് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ഇക്കോ പാർക്ക് ആൻഡ് ബ്ലെൻഡഡ് ലേണിംഗ്. ബ്ലെൻഡഡ് ലേണിംഗും ഫ്ലിപ്പ്ഡ് ലേണിംഗും പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പോയിന്റ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എക്കോ പാർക്ക് എന്ന് പറയുന്നത്. അത് ബയോളജി സയൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആയതുകൊണ്ടാണ് ഈ എക്കോ പാർക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. ബയോളജി സയൻസിലുള്ള കുട്ടികൾ എക്കോ പാർക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ളത്. 10ൽ 5 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ആൻസർ ചെയ്യൽ അത്യാവശ്യവുമാണ്. ഇതിൽ തന്നെ വന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്നിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സുകൾ ഏതൊക്കെയാണ്? ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ സൈക്കോമോട്ടോർ ഡൊമൈൻ ഓഫ് ബ്ലൂംസ് ടാക്സോണമി. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റ് 2 ഡൊമൈനുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എസ്സേ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിൽ വിട്ടുപോയിട്ടുള്ള ഒന്നാണ് സൈക്കോമോട്ടോർ ഡൊമൈൻ. അതിനെ ഷോർട്ട് ആൻസർ ആയിട്ടും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്കിൽസ് ഓഫ് റീ ഇൻഫോഴ്സ്മെന്റ് വിത്ത് എക്സാമ്പിൾസ് എന്നുള്ളതാണ്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരു 9ഓളം സ്കില്ലുകളാണ് ആ സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അതിലൊരു സ്കില്ലാണ് സ്കിൽ ഓഫ് റീ ഇൻഫോഴ്സ്മെന്റ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്,
മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്, ദ ലാസ്റ്റ് വൺ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. അങ്ങനെ 3 ലെവൽ ഓഫ് ടീച്ചിങ്ങുകളാണുള്ളത്. അപ്പോൾ 3 ലെവലും ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3 ലെവലും ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്ക്രൈബ് ദി എക്സ്പെരിമെന്റൽ മെത്തേഡ് ഓഫ് ടീച്ചിങ്. എക്സ്പെരിമെന്റൽ മെത്തേഡ് ഇവിടെ നമ്മൾ ബയോളജി സയൻസ്, ഫിസിക്കൽ സയൻസ്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഹോം സയൻസ് പോലുള്ള സബ്ജക്റ്റുകളിൽ എക്സ്പെരിമെന്റൽ മെത്തേഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പെരിമെന്റൽ മെത്തേഡ് കൂടി നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. ദെൻ അനലൈസ് ദ റോൾ ഓഫ് സയൻസ് എക്സിബിഷൻ. അത് ഈ ഫിസിക്കൽ സയൻസിനും ബയോളജി സയൻസിനും സയൻസ് എക്സിബിഷൻ എന്നുള്ളതൊരു പാർട്ട് തന്നെയാണ്. അതിനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പഠിക്കുക. അങ്ങനെ 15 ക്വസ്റ്റ്യൻസിലും 15 വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബയോളജി സയൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആ 15ൽ 8 ക്വസ്റ്റ്യൻസ് ആണ്. എസ് എ ക്വസ്റ്റ്യൻസിൽ 5ഉം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ 3ഉമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അവസാനമായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിൽ 5ഉം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതാണ്. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.